നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. മുമ്പത്തെ പോലെ എപ്പോഴും തുടർച്ചയായിട്ടുമ്പോൾ ഒരു ഗ്യാപ്പ് വന്നു പോകുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ് ഇനി ഗ്യാപ്പ് ഇടാതെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഒരു സിനിമ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് ഇടയിലിടയിലൊക്കെ ഒരു ചർച്ച വേണ്ടി വരും. നിർമ്മാതാവായിട്ടും കഥാകൃത്തായിട്ടും ഒക്കെ ചർച്ചകൾ വേണ്ടി വരും. അപ്പം നമുക്കിതിൽ ഫുൾ ടൈം ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുൻപ് ഞാൻ കുറച്ച് ഫ്രീ ടൈം ഉള്ളപ്പോഴത്തേക്ക് ശരിക്ക് പറയുമായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് കുറേ സുഹൃത്തുക്കൾ എനിക്കിപ്പോൾ കൂടുതലുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരും ഉണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ളൊരു എനിക്കൊരു സുഹൃത്തുണ്ട്, നജീബ്. ഞാൻ മുമ്പ് അദ്ദേഹത്തെ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ചങ്ങനാശ്ശേരിയിൽ ഒരു ആനയെ ലേലം ചെയ്തുകൊണ്ടൊരു മാർക്കറ്റ് ചങ്ങനാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു, സാറിൻ്റെ യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്യാൻ നല്ലൊരു പരിപാടിയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ്? നമ്മൾ മുമ്പ് ചങ്ങനാശ്ശേരിയിലൊരു പ്രോഗ്രാം നമ്മൾ എടുത്തിരുന്നല്ലോ. അതെ, അത് നമ്മൾ തിരുവനന്തപുരം ദൂരദർശന് വേണ്ടി എടുത്തതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സബ്സിഡിക്ക് വേണ്ടി എടുത്താണല്ലോ. ഞാൻ പറഞ്ഞു, അതെ സാറേ, അത് നമുക്കൊന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു, കാണിക്കാൻ നല്ലതാണത്, പക്ഷേ അത് ടെലികാസ്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ അത് വീണ്ടും എന്തെങ്കിലും പെർമിഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ. അപ്പോൾ ഏതായാലും കാര്യം ചെയ്യാം, നമ്മൾ ആ എടുത്തതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ പിന്നെ നമുക്ക് വിപുലമായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ എടുക്കാം. എല്ലാ വർഷവും ഡിസംബർ 25, 26 തീയതികളിൽ ചങ്ങനാശ്ശേരിയിൽ മഹാ ഉത്സവമാണ്. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് കാലം മുതലേ ഉള്ളതാണ്. നജീബനെ പറയുന്നുണ്ടത്. ഞാനും കൂടി സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാം. അതിന് മുമ്പ് ഞാനിതിൻ്റെ ഒരു ആമുഖം പറയുന്നുള്ളതേ ഉള്ളൂ. അത് മുമ്പൊരിക്കൽ എൻ്റെ അടുത്ത് നമ്മുടെ നടൻ ഇന്നസെൻ്റ് പറയുമായിരുന്നു, ഇരിങ്ങാലക്കുട പള്ളിപ്പെരുന്നാൾ എന്നൊരു സംഭവമുണ്ട്. അതായത് സ്വന്തങ്ങളും ബന്ധങ്ങളും ബന്ധുമിത്രാദികളും വിദേശത്തുള്ളവരും എല്ലാവരും സമ്മേളിക്കുന്ന ഒരു ദിവസമുണ്ട് അത്രയാ പള്ളിപ്പെരുന്നാൾ. ഇപ്പോൾ അത് പറയാൻ കാരണം, ഞാനൊരു ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ ദിവസങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇന്നസെൻ്റ് പൊതുവെ ഒരു സുഖലോലുപനാണ്, പക്ഷേ ഞങ്ങളെ ആരെയും വെറുപ്പിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാജ വേറെ ഏത് ദിവസം വേണമെങ്കിലും വരും, ഈ ഒരു ദിവസം ഞങ്ങളുടെ ദിവസമാണ്. കാരണം ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പല ഭാഗത്തുള്ള ആൾക്കാർ വരുന്നതും സമ്മേളിക്കുന്നതും ഞങ്ങളുടെ കുട്ടികൾക്കും ബന്ധുക്കൾക്കും എല്ലാം പരസ്പരം മനസ്സിലാക്കാനും പലരും പല വഴിക്കല്ലേ. ഇപ്പോൾ തന്നെ നമുക്ക് തന്നെ നമ്മുടെ മക്കളും സ്വന്തക്കാരെ മക്കളൊക്കെ പരസ്പരം കാണാത്തതുകൊണ്ടും അകലങ്ങളിൽ കഴിയുന്നതുകൊണ്ടും അറിയുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ അമ്മാവൻ്റെ മക്കളെല്ലാം പാലക്കാടാണ്, മണ്ണാർക്കാടൊക്കെയാണ്. ഞാൻ ഈയിടെ പോയിരുന്നു, പല കുട്ടികളെ അറിയുന്നില്ല. ഞാൻ ഇതിനിടയിൽ പറഞ്ഞുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞിരുന്നു, ആ ദിവസങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ ഒഴിവാക്കണം. പിന്നെ പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണം ആർത്തിയുള്ള ഒരു മോഹമുള്ള ഒരാളൊന്നുമല്ല, സുഖലോലുപനാണ്. എല്ലാവരോടും സ്നേഹിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ വിട്ടുപോയി. അതെനിക്കൊരു തീരെ നഷ്ടമാണ്. എനിക്കെന്നല്ല, നമ്മുടെ സിനിമാ ലോകത്തിനും നിങ്ങൾക്കും എല്ലാം തന്നെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഈ ചങ്ങനാശ്ശേരിയിൽ ഡിസംബർ 25, 26 തീയതികളിൽ ഒരു മഹാ ഉത്സവമാണ്. അന്ന് നാനാജാതി മതസ്ഥരുടെയും, അതാണ് കേരളത്തിലെ ഒരു, അതായത് മതമൈത്രിക്ക് വേണ്ടി ജനങ്ങളുടെ പെരുമാറ്റവും രീതിയൊക്കെ കാണണമെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയണം. അവിടെ ചങ്ങനാശ്ശേരി വലിയ പള്ളിയിൽ നിന്ന് ആനപ്പുറത്ത് തിടം പേറ്റിയിട്ട് നേരെ പുറത്തേക്ക് നഗരം വരും. അത് വാദ്യഘോഷങ്ങളാണ്, പഞ്ചവാദ്യമുണ്ട്, ചെണ്ടമേളമുണ്ട്, സർവ്വവാദ്യഘോഷങ്ങളുണ്ട്. അതായത് പൂഴി വാരിയിട്ട നിലത്ത് വീഴില്ല, അത്രയ്ക്ക് ജനത്തിരക്കാണ്. അവിടെ കൂടെ അങ്ങനെ ആനയുടെ ഇതിൽ തിടം പിഴുന്നിച്ച് നേരെ വരുന്നത് അവിടുത്തെ കത്തീഡ്രൽ പള്ളി, ക്രിസ്ത്യൻ പള്ളി. നേരെ ചിലപ്പോൾ ഞാൻ പറയുന്ന ഓർഡർ ചിലപ്പോൾ തെറ്റിപ്പോവും. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് സരസ്വതി ക്ഷേത്രം. പിന്നീട് അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഫയർ സ്റ്റേഷൻ, പിന്നെ കോർപ്പറേഷൻ ഓഫീസ്, പിന്നീട് NSSൻ്റെ ഓഫീസ്, SNDP ഓഫീസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഈ 2 ദിവസം, ഈ ഡിസംബർ ഒരു ദിവസം കൊണ്ട് തീരില്ലല്ലോ, അവിടെ എല്ലാം ഉത്സവങ്ങളും കാര്യങ്ങളും കാഴ്ചകളും ഉത്സവ പ്രതീതി തന്നെയാണ്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് കാര്യമുണ്ട്. നമ്മൾ അന്ന് എടുത്തത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പം ഉടനെ അല്ല എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതിന് നമ്മൾ തന്നെ എടുത്തുകൊണ്ട് റൈറ്റ്സിൻ്റെ പ്രശ്നമില്ല, ഇത് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിടാം. നല്ല കാഴ്ചയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട്
അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്രാവശ്യത്തെ എൻ്റെ വരവെന്ന് പറയുന്നത് എനിക്ക് ഇപ്പം സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ഷൂട്ടിംഗ് പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചിയാണ്. പിന്നെയുള്ള പകുതി ഭാഗം എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്. അത് മുൻപ് എനിക്ക് കൊടൈക്കനാലായിരുന്നു ഇഷ്ടം. പണ്ട് മദനോത്സവം ഞാൻ വർക്ക് ചെയ്തപ്പം മാടപ്രാവേ വാ എന്നുള്ള പാട്ടും കുറേയധികം അതായത് നല്ല നല്ല പാട്ടുകളല്ല, പാട്ടും 6 പാട്ടുണ്ട്. മേലെ പൂമല താഴെ തേനല എന്നുള്ള പാട്ടും അതൊക്കെ കമലഹാസൻ, ശ്രീണവാബ് അതെടുത്ത ലൊക്കേഷൻസൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല സുപരിചിതമാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴത്തേക്ക് ആ സ്ഥലങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയതെന്നൊക്കെ. പിന്നീട് ഞാൻ ആലോചിച്ചു, ഇപ്പോഴത്തെ ഈയിടയ്ക്ക് ഞാൻ കൊടൈക്കനാലിൽ പോയപ്പോഴും പഴയ ആ വെർജിനിറ്റി ഉണ്ടല്ലോ, അതായത് നമ്മൾ കാണുന്ന അന്നത്തെ രീതിയിലുള്ള അല്ല, കുറേ കെട്ടിടങ്ങളൊക്കെ വന്നുപോയി, എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, മുൻപൊരിക്കൽ ഞാൻ ലൊക്കേഷനൊക്കെ വാഗമൺ പോയിരുന്നു. അതായത് എൻ്റെ ഈ പടത്തിന് പകുതി ഭാഗം ഫോർട്ട് കൊച്ചിയും പകുതി ഭാഗം ഹിൽ സ്റ്റേഷനും വേണം. അതൊന്നുകിൽ വയനാട്, കോഴിക്കോടാണ് ഷൂട്ടിംഗ് എന്നെങ്കിൽ കോഴിക്കോട് നഗരവും വയനാട് എന്ന രീതിയിലാണ് തുടങ്ങി വെച്ചു. പിന്നീട് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരം ടൗണും പിന്നെ പൊന്മുടിയും, കോട്ടയം ആണെങ്കിൽ ഈ കോട്ടയം, അത് കഴിഞ്ഞിട്ട് മൂന്നാർ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ആലോചിച്ചപ്പോഴാണ് ഇവിടെയെല്ലാം നമ്മൾ സ്ഥിരം പോകുന്നതല്ലേ, ഇപ്പോൾ ഒരു വാഗമണായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ നജീബിനോട് പറഞ്ഞു, നജീബെ ഇട്ടിവ പഞ്ചായത്ത് മെമ്പറുണ്ട്, പുള്ളി ഒരു കലാകാരനൊക്കെയാണ്, എവിടെയും നമുക്കിതുപോലുള്ള സംഭവത്തിന് പോയാൽ പുള്ളിയുടെ വണ്ടിയായിട്ട് വരും. അദ്ദേഹം നല്ല മനോഹരമായിട്ട് ഓടിക്കും, അതിൽ വളരെ കോൺഫിഡൻ്റാണ് നമ്മൾ. പിന്നെ അദ്ദേഹത്തോടൊപ്പം നമുക്കൊരു 3 പേർ കൂടെ നമുക്കത് പോയാൽ ഞങ്ങൾ 3 പേരാണ് മിക്കവാറും എവിടെയൊക്കെ പോകുന്നത്. ഷൂട്ടിങ് അല്ലാത്ത സമയത്തും ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ പോവും, ഒരു ഔട്ടിങ് വേണ്ടേ. അപ്പോൾ അദ്ദേഹം താല്പര്യപൂർവ്വം ഷൂജ മുൽക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഷൂജ മുൽക്കിനെ ഞാൻ വിളിച്ചു. ഷൂജ പറഞ്ഞു, ഞാൻ സ്കൂൾ അധ്യാപകനാണെന്ന് അറിയാമല്ലോ, പഞ്ചായത്ത് മെമ്പറാണ്, അതുകൊണ്ട് ഒഴിവ് ദിവസങ്ങളിൽ പ്ലാൻ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ശനി ഞായർ 2 ദിവസം പ്ലാൻ ചെയ്തു. ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം നജീബിൻ്റെ വീട്ടിൽ ചങ്ങനാശ്ശേരി പോയി ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ നജീബിനോട് ഞാൻ ചോദിച്ചു നമ്മുടെ പരിപാടി എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നമ്മുടെ ഈ സംഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഞങ്ങളുടെ കോൺവെർസേഷൻ, ഞങ്ങളുടെ സംഭാഷണം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കാം. പിന്നെ നജീബേ, നമ്മൾ ഇന്നലെ ഒരു പരിപാടി ഉണ്ട്, നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് വാഗമണ്ണിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നജീബിൻ്റെ പരിപാടി എന്താ, ഇന്നോട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറച്ച് എടുക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വാഗമണ്ണിൽ പോകും, എന്താ ഇന്നത്തെ പരിപാടി എങ്ങനെയാണ് നജീബേ? നമുക്ക് ഇന്ന് ചങ്ങനാശ്ശേരി കട്ടപ്പള്ളി പോകാം, പിന്നെ ചന്ദനക്കുളം നടക്കുന്ന പുതൂർപ്പള്ളി പോകാം. അന്ന് നമ്മൾ ചന്ദനക്കുളത്തിന്റെ മറ്റേ നമ്മളെടുത്ത ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ഉണ്ട്. അത് നമ്മൾ ആദ്യം എടുത്തത് മുസ്ലിം പള്ളിയല്ലേ, നമ്മൾ പുതൂർപ്പള്ളിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പോകാൻ പറ്റും, അവിടെ പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ കത്തരിപ്പള്ളിയിലൊന്നും പറ്റില്ല, കാരണം ഇന്ന് അവിടെ ക്രിസ്ത്യൻ ചർച്ചിൽ. അത് നമുക്ക് വാഗമണ്ണ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് എടുക്കാതായിരിക്കും നല്ലത്. എന്നാലും കുഴപ്പമില്ല, നമ്മളതിനിപ്പോൾ ഒരു 2-3 മണിക്കൂറല്ലേ എടുക്കത്തുള്ളൂ, അതിനിപ്പുറം നമ്മൾ വരുമല്ലോ. പിന്നെ നമ്മൾ അതെ, ആദ്യം പോയത് കത്തീഡ്രൽ പള്ളിയിലാണോ അതോ ദേവീക്ഷേത്രത്തിലാണോ? ഇല്ല, നമ്മൾ പുതൂർപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം പോയത് പഴയപള്ളി. അല്ല, തൊട്ടടുത്ത് തന്നെ. ഇന്ന് കാണിക്ക് പോകാൻ തീർച്ചയായിട്ടും കൊണ്ടുപോകും. പിന്നെ പോയത് ദേവീക്ഷേത്രം ഉണ്ടല്ലോ, അതെ. പുതൂർപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പഴയപള്ളി ചെന്ന് അവിടുന്ന് നമ്മൾ ദേവീക്ഷേത്രത്തിൽ ചെല്ലുന്നു. അവിടുത്തെ പിന്നെ ഈ സ്വീകരണവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മൾ കത്തീഡ്രൽ പോകുന്നത്, ക്രിസ്ത്യൻ പള്ളിയിലോട്ട്. അത് അല്ല, പകലുണ്ട്, പകൽ നമ്മൾ എടുത്തായിരുന്നു. പകലെടുത്ത് നമ്മുടെ അവർക്ക് സ്വീകരണം തന്ന് അത് രാത്രി വരെ ഉണ്ടായിരുന്നു സ്വീകരണം. പോകാൻ പറ്റും. അത് ഗവൺമെന്റിന്റെ സ്വീകരണമാണ്. അതായത് പണ്ട് രാജാവ് കൊടുത്തിരുന്ന സ്വീകരണം അതിപ്പോ ഗവൺമെന്റ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. ഗവൺമെന്റ് കൊടുക്കുന്ന, അതായത് തഹസിൽദാർ കൊടുക്കുന്നു. അത് റവന്യൂ ടവറിലാണ്. അത് നമ്മുടെ ഈ പഴയപള്ളിയുടെ അടുത്ത് തന്നെയാണ്. നമുക്ക് കവർ ചെയ്യാൻ പറ്റുമല്ലോ, അതെല്ലാം കവർ ചെയ്യാം. പിന്നെ ഈ ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷന്റെ അവിടെയും കൊടുക്കുന്നു, ഗവൺമെന്റിന്റെയാണ് ഫയർ സ്റ്റേഷൻ. സംഭാവന കൊടുക്കുമോ? അവര് കിഴി കൊടുക്കും, ചന്ദനക്കുളത്തിന് പിന്നെ ഗിഫ്റ്റ് ആയിട്ട് ഒരു കിഴി കൊടുക്കും. അത് പണ്ട് രാജാവ് കൊടുത്തിരുന്ന ഗിഫ്റ്റ് ഉണ്ട്, ഇത് വഴിപാട്, അതായത് നടത്തുന്നതിന് വേണ്ടി, ഈ ചന്ദനക്കുളം നടത്തുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന സംഭവമാണ്. അതിപ്പോ ഗവൺമെന്റ് കൊടുക്കുന്നു. അത് പല രീതിയിൽ, അത് പിന്നെ ഫയർ സ്റ്റേഷന്റെ ആയിട്ട് കൊടുക്കുന്നു, പിന്നെ അതുപോലെ നമ്മുടെ തഹസീൽദാർ കൊടുക്കുന്നു,
അങ്ങനെ ഉള്ള സംഭവങ്ങളാണ്. അതായത് മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ഒരു പൈതൃക സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അത് അന്ന് രജി പറഞ്ഞു ഈ മതമൈത്രിക്ക് വേണ്ടിയിട്ടാണ്, മതേതരത്വത്തിന്റെ ഒരു പിന്നെ സംഭവമാണ് ചങ്ങനാശ്ശേരി. അത് എനിക്കൊരു അത്ഭുത കാഴ്ചയായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ 25, 26 എല്ലാ വർഷവും ഡിസംബർ 25, 26 ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹിന്ദുക്കളും ഒരുമിച്ച് ആഘോഷിക്കുന്ന, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരേ ഒരു ചങ്ങനാശ്ശേരി. ഞാൻ കണ്ടു. അത് അന്ന് പൂഴി മണ്ണ് നിരത്തിട്ട വിടാത്ത ജനസാഗരം ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു പോയി. നമുക്കത് ടെലികാസ്റ്റായിട്ടില്ല, നമ്മളത് ഇവിടെ ഇരിക്കുക, നമുക്ക് കേരള ഗവൺമെന്റിന്റെ സബ്സിഡി നമുക്ക് കിട്ടിയിട്ടില്ല. ദൈവം ഇപ്പൊ എത്ര 4-5 വർഷമായി. 4 വർഷമായി നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് നമ്മൾ കൊടുത്തത് അല്ലേ? ഇപ്പോഴും ഫയൽ ഇരിക്കുക. ഞങ്ങൾ ഒരുപാട്, ഞങ്ങളിപ്പോ 10-15 ഞാനും 1 ഡോക്യുമെന്റ് കൊടുത്തിട്ടുണ്ട്, സബ്സിഡി കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ NSS പോയിരുന്നല്ലോ. NSS പോയി. NSS നമ്മുടെ പിന്നെ NSSന്റെ സ്ഥാപക നേതാവ്, അതായത് 140-150 വർഷത്തിന് മുമ്പ് പിന്നെ മന്നത്ത് പത്മനാഭൻ, അദ്ദേഹത്തിന്റെ സമാധി സമാധി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സമാധിയിൽ സ്വീകരണം ഉണ്ടല്ലോ ചന്ദനക്കുടം. അദ്ദേഹം സ്വീകരണം കൊടുത്തിരുന്നു ചന്ദനക്കുടത്തിൽ. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഈ ആനയും ഈ വെഞ്ചാമരവും ഈ ചന്ദനക്കുടം മുഴുവനും ഈ പറഞ്ഞ ചങ്ങനാശ്ശേരി ഈ മന്നത്ത് പത്മനാഭന്റെ അവിടെ വന്ന് സ്വീകരണമുണ്ട്. അവര് പണ്ട് ഓറഞ്ച് കൊടുത്താ സ്വീകരിച്ചിരുന്നു, മറ്റേ നോട്ടുമാല. ഇപ്പൊ അത് ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ സംഭവം. അന്ന് സെക്രട്ടറി ആയിട്ട് സുകുമാരൻ നായർ സാറായിരുന്നു അല്ലേ? അന്ന് നമ്മളെ പോയപ്പോ സുകുമാരൻ നായർ സാർ ഇപ്പോഴും സുകുമാരൻ അദ്ദേഹത്തിന് നല്ല സമീപനായിരുന്നു. NSSന്റെ എല്ലാ ആൾക്കാരും, പിന്നെ നമ്മുടെ പള്ളിയിൽ പോയപ്പോ എല്ലാം നല്ല സ്നേഹമായിരുന്നു. നമുക്ക് ഇന്ന് കുറച്ചൊക്കെ അവിടെ അറിയാൻ പറ്റുമോ? പിന്നെ നെഗറ്റീവ് നമ്മള് പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ആനയിലായിരിക്കും മാർക്കറ്റ്. അതെ അതെ, ചങ്ങനാശ്ശേരിയില്. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പുരാതനമായ മാർക്കറ്റ് ചങ്ങനാശ്ശേരിയാണ്. മാർക്കറ്റ് അത് പഴയ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ആനയാണ് ആദ്യം വിൽപ്പന ചരക്കായിട്ട് വെച്ചിരുന്നത്, ആനയായിരുന്നു. അപ്പൊ അതൊരു വലിയ മാർക്കറ്റാണ്. അവിടെയാണ് ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട്. കാഴ്ച മാത്രമല്ല, സ്ഫടികം, കാഴ്ച, പിന്നെ ഇംഗ്ലീഷ് 2-3 പടങ്ങള്, ബ്രിട്ടീഷ് മാർക്കറ്റ്, ബയ്യ പിന്നെ ദാദാ സാഹിബ് അല്ല, അങ്ങനെ കുറെ പടത്തിന്റെ. ഈ നജീബ് ഇതുകൂടെ പറയണം, ഇന്ന സ്ഥലത്താണ് എടുത്തത് ഇത് പറയണമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എവിടെ പണം പറഞ്ഞ് ആദ്യം പോകുന്നത് ഇപ്പം നമുക്ക് പുതിയപ്പള്ളി പോകാം. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൺഡേ അല്ലേ, മറ്റേ ക്രിസ്ത്യൻ പള്ളിയിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിന്ന് നജീബിനോടൊപ്പം ഞാൻ ഈ പല സ്ഥലങ്ങളൊക്കെ നജീബ് വീണ്ടും കൊണ്ടുപോകും. പിന്നെ വാഗമണ്ണിൽ പോകും. വാഗമണ്ണിൽ പോകുന്നതിന് മുമ്പായിട്ട് അത് ഞങ്ങൾ പിന്നെ പറയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? പിന്നെ ഇതൊക്കെ ധാരാളം
നമ്മൾ അന്ന് എവിടെ പോകുമ്പോൾ അത് രജീവ് പറഞ്ഞു നിങ്ങളുടെ സ്ഥലം അല്ലേ? പിന്നെ ഇവിടെ പോകുമ്പോൾ ഒരു വാട്ടർ ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരുപാടുണ്ട്. അതെവിടെയാണ്? അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോകാം. ഓക്കെ, വണ്ടി കാണാം. വേണ്ടേ? ഡിഗ്രി വേണം. ഡിഗ്രി കഴിഞ്ഞിട്ട് ടി സി വേണം. ഡിഗ്രി കഴിയണം നിർബന്ധമില്ല. +2 കഴിഞ്ഞ് ടി സി ഡിഗ്രി വേണം. ഇപ്പോൾ സർക്കാർ റൂൾ റൈറ്റാ. പാഞ്ചാലി വേണം കേട്ടോ. പാഞ്ചാലി എനിക്കറിയാം. അയ്യോ, പാഞ്ചാലി വേണ്ട ബോർഡെ കിട്ടിയാൽ എടുക്കണമായിരുന്നു. ആണോ? പോവാം. അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ എടുക്കാം. ചാർജ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. എന്തായാലും ടെൻഷൻ മാറുള്ളൂ. ഇനിയുള്ള ബോർഡുകൾ വേണം കേട്ടോ അരുണേ. പോകുന്ന വഴിക്ക് എവിടെ പാഞ്ചാലി വേണ്ട, ഇലവീഴ, പുഞ്ചറ, മുണ്ടക്കയം എന്നൊക്കെ ബോർഡൊക്കെ വരുമല്ലോ, അതൊക്കെ എടുക്കണം. പക്ഷെ സാധാരണ പൈസ കിട്ടി നമുക്ക് ഉപയോഗമില്ലല്ലേ? ഉണ്ടാവും. ഞാൻ അതുകൊണ്ട് ഭാഗം തെറ്റ് പറഞ്ഞു ഇങ്ങോട്ട് നോക്കില്ല. ആ അയ്യോ, അതിന്റെ കാര്യം ഓരോ കൈ കേട്ടോ.
ആയിക്കോട്ടെ ആയിക്കോട്ടെ. സൂപ്പറല്ലേ ആ സംഭവം നല്ല രസമുണ്ട് അതല്ലേ ആ ഒരു വില്ലേജ് നല്ല വില്ലേജ് അതിന്റെ ടോപ്പിൽ റോഡ് എന്നിട്ട് പിടിച്ചിട്ട് ലെഫ്റ്റ് പിടിക്കണം കേട്ടോ. ഒരു ലെഫ്റ്റിൽ നല്ല സൈറ്റ് വരും. ഇങ്ങനെ എടുത്താൽ തന്നെ ഭംഗിയായിരിക്കും. നമ്മുടെ സവാരി ചാണ്ടാർ പോലെ കരകരുത് മൊത്തം തെളിയിച്ചുള്ളൂ. അതെ അതെ. ഇതിന്റെ ക്യാമറാമാൻ ആരാന്ന് ചോദിക്കണം ഡയറക്ടർമാര്. ഇപ്പോഴത്തെ സയൻസ് എപ്പിസോഡ് സൂപ്പറായിരുന്നു. ആരായിരുന്നു ലെഫ്റ്റിൽ പിടിച്ചു വന്നിട്ട് ലെഫ്റ്റിൽ പ്ലാനിങ് നോക്കി അത് പുള്ളി എടുത്തോളൂ. ഇതിൻ്റെ തന്നെ ബ്രേക്ക് വിട്ടോളൂ. സൈഡിലേക്ക് പോയാണ്ട് ഇനി നല്ല ലെഫ്റ്റ് സൈറ്റ് നല്ല സൈറ്റാണ്. നമ്മൾ അന്ന് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്ത് തോന്നുന്നു. നമ്മളന്ന് ഇവിടെ ഇറങ്ങാം അല്ലേ? ആ കാണുന്ന ആ ബിൽഡിംഗ് ഒക്കെ കാണുന്നില്ലേ, അതാണ് ഏലപ്പാറ. അതാണ് ഏലപ്പാറ കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെ കാണിച്ച ഫോട്ടോ ഇതൊക്കെ ഒന്ന് എടുത്തു. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ ഈ അങ്ങോട്ട് പോകുന്ന ഏലപ്പാറ കൊണ്ടിരിക്കില്ലേ? തിരിച്ചാൽ പോവാ. ഈ പറച്ച് ഇവിടെ നിർത്തി എടുക്കുവാണ്. നല്ല സൈറ്റ് ഉണ്ട്, നല്ല സൈറ്റ് ഉണ്ട്. എടുക്കാം. ആ കൊള്ളാം. അല്ല ഇനി നമ്മൾ നേരത്തെ അതായത് ആ വാട്ടർ അതേ സ്ഥലം നമ്മൾ വേറെ ഒരു വലിയൊരു വളവ് കഴിഞ്ഞ് തന്നല്ലോ. ആ സ്ഥലം ഏതാ? കുട്ടിക്കാൻ. ആ ശരി, അത് കുട്ടിക്കാൻ. അവിടെ നമ്മളിങ്ങനെ വന്നു. ഇത് ഏലപ്പാറ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലിരിക്കും വാഗമണ് പോകും. അവിടെ നോക്കിയാകുമ്പോൾ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പൊ പിന്നെ ഈ ബോട്ട് ക്ലബ് എവിടെയാ? അവിടെ തന്നെ. ഓ ശരി. ക്ലബ്ബാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ വണ്ടി തീർച്ചയായിട്ടും ഇതൊരു വലിയ സൈറ്റാണ്. ആ ശരി. നല്ലൊരു അപ്പൊ
പിന്നോട്ട് വെക്കോ. പോട്ട് ഒറ്റ സ്ട്രെച്ചിലങ്ങ് പോട്ട്. ഇതിൽ ഈ മൊബൈൽ അവന് 20 രൂപ കൊടുത്തു കേട്ടോ. അവർക്ക് അറിയത്തില്ലല്ലോ. ഞാൻ കഴിക്കാനിലേക്ക് ഇരിക്കട്ടെ. നമ്മളെ കൊടുത്തു 20 രൂപ. പഴയ 10 രൂപ പോണം ഒന്നും കണ്ട. ഈ വാഗമൺ യാത്രയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് സ്ഥലം കാണുക മാത്രമല്ല, എൻ്റെ സീൻസ് കുറേ അധികം ഉണ്ടല്ലോ. ആവർത്തന വിരസതയില്ലാതെ ലൊക്കേഷൻ കാണിക്കണം. കുറേ തേയിലത്തോട്ടങ്ങൾ മാത്രം കാണിച്ചാൽ പോരാ. ഇവിടെ ഒരു സെറ്റ് ഇടണം. ആ സെറ്റ് ഏത് ഭാഗത്തായാൽ കൊള്ളാം, പക്ഷേ ദൃശ്യഭംഗി ഉണ്ടായിരിക്കണം. അപ്പോൾ തേയിലക്കാടുകൾക്ക് ഇടയിലാണോ അല്ലയോ എന്നുള്ളതല്ല ഇതിന് പ്രശ്നം. കുറച്ച് ഒളിഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശമായിരിക്കണം. എന്നാൽ മനോഹരമായ ദൃശ്യഭംഗി വേണം. കുറച്ച് മിസ്റ്റൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം മിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പം ചാറ്റൽ മഴയായിരിക്കും. എങ്കിലും ഞങ്ങളുടെ ഈ അവസരത്തിൽ കുറച്ച് നല്ല മിസ്റ്റൊക്കെ വന്നു. അത് വന്നു പോവുകയാണ്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കൊടൈക്കനാലിലെ മേലെ പൗമല താഴെ തേനല അപ്പോൾ കാറ്റേ വാ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ടൊക്കെ എടുക്കുമ്പോൾ 2-2:30 മണിയായപ്പോഴത്തേക്ക് മിസ്റ്റിങ് അടിച്ച് കയറിയാൽ പരസ്പരം സിരണാഭാവനെയും കമലാസനെയും കാണാൻ പറ്റില്ലായിരുന്നു. അത്രത്തോളം മിസ്റ്റാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ മിസ്റ്റങ്ങ് പോകും. അത് മനോഹരമായിട്ട് എനിക്ക് ഊട്ടിയിലേക്കാളും വളരെയധികം ഇഷ്ടപ്പെട്ടത് ഈ കൊടൈക്കനാലിലെ ആ കാലാവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയിലെങ്കിലും ഡിസംബർ മാസം സഹിക്കാൻ പറ്റില്ല. പിന്നീട് ഞാൻ ഡയറക്റ്റ് ചെയ്ത എന്ന് നാദിൻ്റെ നിമിയിൽ റഹ്മാനും നായികമായിട്ടുള്ള പോകുന്ന രാധു, അത് ഞങ്ങൾ നല്ല രാവിലെ ഒരു 6 മണിക്ക് അവിടുത്തെ തടാകമുണ്ട് കൊടൈക്കനാലിൽ. ആ തടാകം അങ്ങനെ മഞ്ഞ് കട്ട അങ്ങനെ മൂടിക്കിടക്കുന്ന മനോഹരമായ ദൃശ്യമാണ്. അത് വെയിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ പുക ഇങ്ങനെ ഇളകി വരും ആ തടാകത്തിൽ നിന്ന്. അത് നല്ല ഭംഗിയാണ്. അത് എത്രത്തോളം ഒരു പാട്ട് മുഴുവൻ അവിടെ നിന്ന് എടുത്താലും നമുക്കത് മടുപ്പ് തോന്നില്ല. പക്ഷേ എനിക്കുള്ള സിറ്റുവേഷൻ അങ്ങനല്ല. കാരണം ഈ ഒളിഞ്ഞു താമസിക്കുന്ന ഒരിടമായിരിക്കണം, പക്ഷേ അത് കാണാൻ ഭംഗിയുണ്ടായിരിക്കണം. അത് വേണമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം നോക്കിയെടുക്കണമല്ലോ. അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ഒരു ലൊക്കേഷൻ ഹണ്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് വിരസമാവാത്ത രീതിയിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്, അവിടെ നിർത്തുന്നുണ്ട്, ഇടയ്ക്ക് താഴ്വാരം കാണിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്കത് നടക്കാൻ പോലും വയ്യാത്തിൻ്റെ കാലിൽ ചെറിയ വേദന ഉണ്ടായിരുന്നു. ആ വേദന പോലും അറിയിക്കാത്ത രീതിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. എങ്കിലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങളെ കൂടി ഈ ദൃശ്യങ്ങൾ കാണിച്ചു, നിങ്ങൾക്ക് കുറച്ച് മടുപ്പ് തോന്നിയിട്ടുണ്ടാവുമല്ലേ. എങ്കിലും വീണ്ടും എൻ്റെ ഈ സിനിമ വരുമ്പോൾ അന്ന് യൂട്യൂബിൽ കാണിച്ച ഭാഗങ്ങൾ ഇതൊക്കെ ആയിരിക്കും അല്ലേ എന്നൊന്ന് ഓർക്കണം. ഇനി അധികം കൂടുതൽ പറയാനില്ല. എല്ലാ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് വേണം എന്ന് എപ്പോഴും ഞാൻ പറയുന്നത്. കാരണം ഈ ലൈക്ക് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രചോദനം. അത് ഞാൻ പറയാറുള്ളതാണ്. സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് ആൾക്കാർ മറക്കാതെ ചെയ്യുന്നുണ്ട്. വീണ്ടും കാണാത്തവർ ചെയ്യണം. ഇന്നിനി ഇത്ര മതി. വീണ്ടും നമുക്ക് വളരെ താമസിയാതെ തന്നെ വീണ്ടും കാണാം. ഇടയ്ക്കിടയ്ക്കുള്ള യാത്രയാണ് എൻ്റെ ഈ ഗ്യാപ്പിന് കാരണം. കഴിവതും ആഴ്ചയിൽ ഒന്നെങ്കിലും വീതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.